ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ ആ ഫ്രണ്ടിൽ നിന്ന് ഞാൻ എൻ്റെ റൂമിലോട്ടൊന്ന് മാറിയതാണ്. അത് വേറൊന്നുമല്ല, ഞാൻ വീഡിയോ ചെയ്യുന്ന സമയം മുതൽ ഒരാൾ എൻ്റെ അടുത്ത് എപ്പോഴും വന്ന് പറയുമായിരുന്നു, ചേച്ചി മേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരണേ. കാരണം ഞാൻ വലിയ രീതിയിലൊന്നും മേക്കപ്പ് ചെയ്യുന്ന ആളല്ല. ഞാൻ എൻ്റെ പ്രോഡക്റ്റെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ എന്നാൽ ഇന്ന് ആ വീഡിയോ ഒന്ന് ചെയ്തേക്കാം. കാരണം നമ്മൾ ഇപ്പോൾ എപ്പോഴും നമ്മളോട് ഇത് ചോദിക്കുമ്പോൾ അത് നമ്മൾ ചെയ്യാതിരിക്കുന്നത് വളരെ മോശമാണ്. കാരണം ഒന്ന് രണ്ട് പ്രാവശ്യം പുള്ളിക്കാരി എന്നോട് വന്നിങ്ങനെ ചോദിച്ചു, ചേച്ചി ചെയ്യുന്ന പ്രോഡക്റ്റും ആ മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണം. ഞാൻ വലിയ രീതിയിൽ മേക്കപ്പൊന്നും ചെയ്യുന്നില്ല, എന്നാലും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തരണേ എന്ന് പറയും. കാരണം ഫൗണ്ടേഷൻ ഞാൻ ലൈഫിൽ യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഫൗണ്ടേഷനോ ഇല്ല അതിനെ സംബന്ധിച്ചുമായ സാധനം ഒന്നും ഞാൻ യൂസ് ചെയ്യത്തില്ല. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത് എന്താ ലിപ്സ്റ്റിക്ക്. പിന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കാണിച്ചു തന്ന ഓരോരോ പ്രോഡക്റ്റ്. അപ്പോൾ ഇത് കണ്ണാടി വെച്ചുകൊണ്ട് സംസാരിച്ചാൽ എനിക്ക് കണ്ണ് കാണണമല്ല നിങ്ങളോട്, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണാടി ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മുഖം കുളിച്ചിട്ടായാലും ഫേസ് വാഷ് ചെയ്തിട്ടായാലും വന്നവിടെ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന സിറം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ സിറം കാരണം എനിക്ക് കണ്ണിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് എനിക്കിത് വ്യക്തമായിട്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല. അത് ഞാൻ ഈ സിറമാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ അത് ഒരു 3-4 തുള്ളി മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. കാരണം കൂടുതൽ നമ്മളിത് യൂസ് ചെയ്താലേ നമുക്ക് പൈസ മുതലാവില്ല. അതുകൊണ്ട് കുറഞ്ഞൊരു 2-3 മാസം എങ്കിലും നിൽക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്യാറുള്ളൂ. എന്നാലും ഒരു 5 തുള്ളി മാക്സിമം പോയാലും. എന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഇങ്ങനെ തേക്കാൻ പാടില്ല. എന്നിട്ട് നമ്മളിത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ടാപ്പ് ചെയ്ത് ഇങ്ങനെ പതിയെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം എപ്പോഴും ഫേസിൽ. ഒരിക്കലും ഇങ്ങനെയുള്ള സിറം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് വെച്ചിട്ടിങ്ങനെ തേക്കാൻ പാടില്ല. കാരണം ആദ്യം എനിക്കത് അറിയില്ലായിരുന്നു. കാരണം ഞാനും ഇങ്ങനെ വെച്ച് തേച്ചിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ടാപ്പ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാള്. ഇത് ശരിക്കും നമ്മുടെ സ്കിന്നിലോട്ടൊന്ന് പിടിക്കാൻ നമ്മൾ മാക്സിമം ഒരു 3-4 മിനിറ്റെങ്കിലും പിടിക്കും. കാരണം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചെയ്യുന്നത് കണ്ടാൽ. ഇങ്ങനെ ജസ്റ്റ് ഞാൻ എപ്പോഴും ഇങ്ങനെ വെച്ച് തേക്കുമായിരുന്നു പണ്ട്. പക്ഷെ അത് തെറ്റായ ഒരു പ്രവണതയാണെന്ന് ഞാൻ പല വീഡിയോകളിലും കണ്ട് മനസ്സിലാക്കിയതാണ്. ശരിക്കും സിറം ഇങ്ങനെ നമ്മൾ ടാപ്പ് ചെയ്തേ കൊടുക്കാള്. അത് ശരിക്കും നമ്മുടെ മുഖത്തിനൊരു എന്താ പറയുക, ഒരു സുഖം കിട്ടുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. വലിയ ഇതൊന്നും അല്ല കേട്ടോ, അതിനെ കളിയാക്കല്ലേ. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരുങ്ങുന്ന ഒരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും നോക്കാം, ഈ ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്കിന്നിലത് ശരിക്കും പിടിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ രണ്ടാമത് യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ട് ഇതിനു മുമ്പും. ഇതാണ് അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസ് ക്രീം. ശരിക്കും ഇത് എല്ലാവരും പറയുന്നത് ഒരു വിരലിൻ്റെ നീളത്തിലൊക്കെ യൂസ് ചെയ്യണമെന്നാണ്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ശരിക്കും ഇതിങ്ങനെ അങ്ങ് ചെയ്തിട്ട് പക്ഷേ എന്ത് സാധനം ഇട്ടാലും നമ്മൾ എന്ത് ക്വാണ്ടിറ്റിയിലാണോ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൽ യൂസ് ചെയ്യണം. കാരണം കഴുത്തിൽ യൂസ് ചെയ്യാതിരിക്കുക, ഒരു ക്രീം നമ്മൾ കഴുത്തിൽ യൂസ് ചെയ്യാതിരിക്കരുത്. പതിയെ ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇത് മാക്സിമം ഒരു 2-3 മിനിറ്റ് നമ്മുടെ സ്കിന്നിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അല്ലാതെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫേസിൽ നമ്മൾ വേറൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. എൻ്റെ മുടിയുടെ അത് അഴിഞ്ഞു പോയി, വെച്ച് കെട്ടിയത് മുടി നനച്ചത് കൊണ്ട് കെട്ടി വെച്ചിരുന്നതാണ്, അത് അഴിഞ്ഞു പോയി. ഇനി പ്രോബ്ലം ഇല്ല. എന്നിട്ട് ജസ്റ്റ് അത് ഇങ്ങനെ ഒന്ന് ഇത് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് നമ്മൾ ശരിക്കും നമ്മുടെ മൂക്കിലും കണ്ണിൻ്റെ ഇതിലും എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ. കഴുത്തിൽ ഞാൻ എല്ലാ ക്രീമും കഴുത്തിലെല്ലാം അപ്ലൈ ചെയ്യും കേട്ടോ. എല്ലാം നൈറ്റ് ക്രീം ആയാലും എന്ത് ക്രീമായാലും ഞാൻ ഈ കണ്ണിൻ്റെ ഈ സൈഡിൽ, എല്ലാവരും പറയും കണ്ണിൻ്റെ സൈഡിലൊന്നും യൂസ് ചെയ്യരുതെന്ന്. പക്ഷേ ഞാൻ കണ്ണിൻ്റെ സൈഡിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ മെത്തേഡ് അങ്ങനെയാണ്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഇരിക്കും. ബാക്കി അതേപോലെ നമ്മുടെ കയ്യിലൊക്കെ അങ്ങ് പുരട്ടേക്കാം, കളയണ്ടല്ലോ, ക്രീമല്ലേ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ ബാക്കി കയ്യിലോട്ടങ്ങ് പുരട്ടും. പിന്നാണെങ്കിൽ എൻ്റെ മുടിയാണെങ്കിൽ ശരിക്കും കൊട്ടിയിട്ടുണ്ട് കേട്ടോ. സീരിയസ്ലി പറയാം, ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം മനസ്സിന് ഭയങ്കര ടെൻഷനായിരിക്കും മുടി കണ്ടിട്ട്. കാരണം മുടി നല്ല വൃത്തിയാണ് കൊട്ടിപ്പോവാണ്. എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്കറിയാൻ വയ്യ. ഇനിയിപ്പം ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്തുകൊണ്ടാണോ എന്നൊരു ഡൗട്ട് ഇല്ലാതൊന്നുമില്ല. ശരിക്കും അത് തന്നെയാണെന്ന എൻ്റെ നിഗമനം. അറിയില്ല. എനിവേ എന്തായാലും നോക്കാം. ഇനി ഇവിടെ വരെ പോയി പൊഴിഞ്ഞു പോകുമെന്ന് അറിയാം, മുട്ടയാവുമെന്നൊക്കെ നോക്കി അറിയാം. കാരണം പൊതുവേ അമ്മയുടെ മുടി ചെറുപ്പത്തിൽ അമ്മയ്ക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ ഒരു ഏജ് ആയപ്പോഴത്തേക്ക് അമ്മയുടെ മുടിയൊക്കെ പോയി. ഇനി ആ ഒരു രീതിയാണോ എൻ്റെ തലയിലോട്ട് വരുന്നതെന്ന് എനിക്കറിയില്ല. നമുക്ക് അതും ശരിക്കും പറഞ്ഞാൽ അത് മുഖത്ത് നല്ല രീതിയിലായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, കണ്ട അവിടെ കയ്യിലങ്ങ് സ്റ്റിക്ക് ആവുന്നേ ഇല്ല.
അടുത്ത രണ്ടാമത് ഞാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സൺസ്ക്രീൻ. ഇത് സൺസ്കൂപ്പിൻ്റെ ആണ് കേട്ടോ. സൂപ്പർ സാധനമാണ്. ഇതൊന്നും എല്ലാം അടിപൊളി സാധനമാണ്. ഞാനൊരു 3-4-5 മാസമായിട്ട് ഈ പ്രോഡക്റ്റ് തന്നെയാണ് സ്ഥിരം യൂസ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാറില്ല. ഇതെല്ലാം അടിപൊളിയാണ്. എന്നിട്ട് അതും ഞാൻ ഇങ്ങനെ തന്നെയാണ് പുരട്ടുന്നത്. അല്ലാതെ ഞാൻ വേറെ ഒരു മെത്തേഡും പരീക്ഷിക്കാറില്ല. എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാനങ്ങ് ചെയ്യും. കഴുത്തിലും കുഞ്ഞു മുടിയെ കൊണ്ട് ഭയങ്കര കഷ്ടമാണ്. മുടി പൊഴിഞ്ഞിട്ട് കുഞ്ഞു മുടികൾ കിളിച്ച് വരുന്നുണ്ട്. കിളിച്ച് വരാതൊന്നും ഇരിക്കുന്നില്ല. പിന്നെ എനിക്ക് കൂടുതലും വശം ഇടതുവശമാണ് കേട്ടോ. ഇടത് കൈകാരിയാണ് ഞാൻ. പണ്ട് എഴുതുന്നതൊക്കെ ഇടത് കൈ വെച്ചായിരുന്നു. പക്ഷെ അത് അമ്മ തല്ലി മാറ്റിയതാണ്. പക്ഷെ ബാക്കി എല്ലാ ജോലികളും പണ്ട് കഴിക്കുന്നവരുടെ അടുത്ത കയ്യിലായിരുന്നു. പക്ഷെ കമ്പടെ നല്ല തല്ലുകൊണ്ട് മാറിയതാണ്. എന്നിട്ട് ശരിക്കും ഇതിങ്ങനെ വെച്ച് അവിടെ മൂക്കുത്തിലൊക്കെ ആവും. പക്ഷെ അതൊക്കെ നമ്മൾ കാരണം എനിക്കിത് ശരിക്കും ഈ ക്യാമറയിൽ നോക്കുന്നുണ്ട്. കണ്ണിന് എനിക്കറിയാമല്ലോ, കണ്ണിന് ചെറിയ പ്രോബ്ലമുള്ള ആളാണ്. വ്യക്തമല്ല, എന്നാലും ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ സൺസ്കൂപ്പിൻ്റെ സൺസ്ക്രീൻ ഞാനൊരു യൂസ് ചെയ്തിട്ട് 4-5 മാസമായി. കാരണം ഈ പ്രോഡക്റ്റ് ഇത്ര എനിക്ക് കണ്ടുപിടിച്ചത് മോനൂസ്. എനിക്ക് ചില പ്രോഡക്റ്റൊക്കെ ഭയങ്കര അലർജിയാണ്. എന്നിട്ട് മോനൂസാണ് ഇതെല്ലാം എനിക്ക് കണ്ടുപിടിച്ച് തന്നത്. നല്ല പ്രോഡക്റ്റും എല്ലാം വിശദമായിട്ട് വായിച്ചതിന് ശേഷം മാത്രമാണ് ഈ പ്രോഡക്റ്റ് എല്ലാം എനിക്ക്. പിന്നെ എല്ലാവരും പറയും മേപ്പോട്ടൊക്കെ തടവണം ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ എനിക്കതൊന്നും പറ്റില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു മെത്തേഡിലും ചെയ്യാറില്ല. ആൾക്കാർ പറയുന്ന രീതിയിലൊന്നും ചെയ്യാറില്ല. എനിക്ക് അപ്പോൾ ഏത് മൂഡിലാണോ ഞാൻ ഇരിക്കുന്നത് ആ രീതിയിൽ അങ്ങ് ചെയ്യുന്നത്. നോക്കെ ഇത് നമുക്ക് ഒരിക്കലും ഞാൻ പറയാം, ഈ സൺസ്ക്രീൻ ഒരിക്കലും നമ്മുടെ മുഖത്ത് ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഫേസ് ഇരിക്കും. കണ്ടോ, എനിക്കറിയാൻ പറ്റും. ഒരു വൃത്തികേടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്ത് ചില സൺസ്ക്രീമുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ കളർ ഒരുമാതിരി വൈറ്റ് വാഷ് അടിച്ച മാതിരി ഇരിക്കും. ഇത് അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല. അന്നേരം എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്ക് നിനക്കറിയാം, ഇത് ബോഡി ഷോപ്പിൻ്റെ ആണ്. ഇതിൻ്റെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഇതാണ് ഞാൻ നൈറ്റ് ചില സമയങ്ങളിൽ ലിപ്പിൽ യൂസ് ചെയ്യുന്ന ലിപ് ഗ്ലോസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനിപ്പം നമുക്ക് നമ്മുടെ ഇതിനായിട്ടേക്കാം. അയ്യോ, ഈ തുറക്കാൻ തന്നെ പാടുപെടും. ഞാൻ ചെറുതായിട്ടൊന്ന്, കാരണം തീരാറായി ഇത്. ശരിക്കും ഇത് ഒരു ക്രീമൊക്കെ ഇരിക്കുന്നുണ്ട്. കൈയായിട്ട് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായിപ്പോൾ തീരാറായി. ഇത്രയാണ് ചേച്ചിയുടെ മേക്കപ്പ്. അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഇല്ല. പിരുവൊക്കെ പണ്ട് എഴുതുമായിരുന്നു, ഇപ്പം പിരുവൊന്നും എഴുതാറില്ല. എനിക്ക് പൊട്ടും ഒക്കെ വെക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പൊട്ട് ലൈഫിൽ നിന്ന് നിശേഷം ഞാൻ ഒഴിവാക്കി. ഇപ്പം പൊട്ട് വെക്കില്ല. ഇനിയിപ്പം എന്നുവെച്ചാൽ ഓണത്തിന് 2-3 ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ ഇനി പൊട്ട് വെക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു കാര്യങ്ങൾക്കും കാരണം ഞാൻ പൊട്ട് എന്ന് പറയുന്നൊരു കാര്യം എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ ഉപേക്ഷിച്ചു. അത് വേറൊന്നുമില്ല, അത് ഞാൻ ഒരു തീരുമാനം എടുത്തതാണ്. ഒരു 3-4-5 മാസത്തിന് മുമ്പ് ഞാനൊരു തീരുമാനം എടുത്തതാണ്. പൊട്ട് അങ്ങനെ ഞാൻ ഇപ്പം നെറ്റിൽ വെക്കാറില്ല. പണ്ട് ഞാൻ പുള്ളി പോയിട്ട് ഞാൻ പൊട്ടൊക്കെ വെക്കുമായിരുന്നു. കാരണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നെറ്റിയിൽ പൊട്ട് വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ പൊട്ട് വെച്ചുകൊണ്ട് അത് സ്ഥിരം നടന്നുകൊണ്ടിരുന്നൊരു വ്യക്തി. പക്ഷെ ഇപ്പം ഞാൻ ഒരു 5-6 മാസമായിട്ട് ഞാൻ പൊട്ട് യൂസ് ചെയ്യാറില്ല. കാരണം അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ്. ഇനി ഞാൻ പൊട്ട് യൂസ് ചെയ്യില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ചന്ദനം യൂസ് ചെയ്യും. ചന്ദനം അന്നേരം ഇത്രയാണ് ചേച്ചിയുടെ മേക്കപ്പ്. ഇതിൽ കൂടുതലൊന്നും ചേച്ചി യൂസ് ചെയ്യാറുമില്ല, മേടിക്കാറുമില്ല. പിന്നെ ഹൈബ്രോ പെൻസിൽ വെച്ച് എഴുതുമായിരുന്നു. ഇപ്പോൾ അതും ഞാൻ സ്റ്റോപ്പ് ചെയ്തു, അതും എഴുതാറില്ല. പിന്നെ ചേച്ചിക്ക് ഏറ്റവും വലിയ ചേച്ചിയുടെ കുറേ ചേച്ചിക്ക് ഇവിടെയൊക്കെ മേൽക്കാതുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 2 എണ്ണം കൊണ്ട് ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ ചേച്ചി അടച്ചതാണ്. ഇപ്പോൾ ഇതുണ്ട്. പക്ഷേ ആലോചിച്ച് വേണത് ഈ കാതിൽ ഒരെണ്ണം പോലും ഇല്ല. കാരണം ഇതിലെ 2 കമ്മലിൻ്റെ ആണിയും എവിടെയോ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ നഷ്ടപ്പെട്ട്. ഞാൻ ഇനി ഇവിടെ തൂത്തുവാരി നോക്കാനൊരു സ്ഥലവുമില്ല. അപ്പോൾ ആ കമ്മലിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അന്നേരം ഉടനെ അത് മേടിച്ച് തരാമെന്നാണ് മോൻസ് പറയുന്നത്. അന്നേരം മേടിച്ച് തരുമായിരിക്കും. ഇന്നോ നാളെയോ മേടിച്ച് തരുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. മോൻസ് പറഞ്ഞു ഒരു കാര്യവും ഞാൻ സൂക്ഷിക്കുന്നില്ല. എല്ലാം പണ്ടത്തെ പോലെ അല്ല, ഒന്നിനും ശ്രദ്ധയില്ല. എല്ലാം കളഞ്ഞു പോയി. ഇങ്ങനെ കാലിൽ തുടങ്ങിയത് 2 എണ്ണത്തിൻ്റെയും ആണി കാണുന്നില്ല, എവിടെ പോയി. പക്ഷെ ഞാൻ ഈ 1-2 വരെ ഇന്ന് തൂത്താൽ നാളെ തൂക്കത്തിൽ മറ്റേ തൂക്കം അങ്ങനെ തൂക്കുന്ന വീടാണ്. അത് തൂത്തുവാരി കൊണ്ട് കളഞ്ഞോ. കാരണം ഈ തൂക്കുന്ന സമയത്ത് നമ്മൾ കണ്ണാടി വെക്കില്ലല്ലോ. അന്നേരം ഇതൊക്കെ ഇരുന്നപ്പോൾ ഞാൻ അറിയത്തില്ല, അങ്ങ് തൂത്തെടുത്ത് കളഞ്ഞതായിരിക്കാം.
എനിവേ എന്തിനാലും ചേച്ചിയുടെ മേക്കപ്പ് ഇതാണ്, ചേച്ചിയുടെ മേക്കപ്പ് ചോദിച്ച വ്യക്തികളോടാണ് അവർ ഈ സാധനങ്ങൾ ഇത്രയാണ് ചേച്ചി യൂസ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒരു പ്രോഡക്റ്റും ചേച്ചി യൂസ് ചെയ്യാറില്ല. ഇത്രയും സാധനങ്ങളെ ചേച്ചിയുടെ ലൈഫിൽ ചേച്ചി കൊള്ളും, അല്ല വേറെ ഒരു കാര്യങ്ങളും. ചേച്ചി ഒരു ബ്യൂട്ടി പാർലറിൽ പോകുകയാട്ടെ, ഈ ത്രെഡ് ചെയ്തിപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു കല്യാണത്തിനോട് ആവശ്യമായി ത്രെഡ് ചെയ്തായിരുന്നു. ഒരു കഴിഞ്ഞ ചൊവ്വാഴ്ച പോയിട്ട് ത്രെഡ് ചെയ്തായിരുന്നു. പിന്നെ അല്ലാതെ ചേച്ചി വേറെ ഒരു സാധനങ്ങളും ചെയ്യപ്പെട്ട് ദുബായ് വെച്ചിട്ടാണെങ്കിൽ ഹെയറിന് കളർ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വീട്ടിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. മുടിയെല്ലാം കൊട്ടി പോയി. പിന്നെ സ്മൂത്തനിങ്ങും കരാട്ടിനൊക്കെ ചെയ്യുമായിരുന്നു, അതൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിനങ്ങ് തീരുമാനിച്ച്. അപ്പോൾ എന്താ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ മേക്കപ്പ് ഐറ്റംസ് കാര്യങ്ങൾ. ഇതെല്ലാം നിങ്ങളൊന്ന് കണ്ടോളി. ഇത്രയും ഐറ്റംസേ ഉള്ളൂ. എവിടെ പോയാലും ഇത്ര ഒരു ബാഗിൽ പറക്കിയിട്ടാൽ പോവുക എന്ന് മാത്രമാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും എൻ്റെ കൂടെ വേണ്ട സാധനമാണ് ഈ ഒരു സാധനം. അത് കാരണം ഇതില്ലാതെ ഇപ്പോഴാണ് എനിക്ക് ക്ലിയർ ആയിട്ട് എൻ്റെ ക്യാമറ, എൻ്റെ ഫേസ് തന്നെ ഒന്നും കുഴപ്പമൊന്നും ഇല്ലല്ലേ കാണാൻ പറ്റിയ ദൈവമേ. അതിൽ ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഇത് തന്നെയാണ് എൻ്റെ മേക്കപ്പ്. പിന്നെ മൂക്കുത്തിയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ തന്നെ മൂക്കുത്തിയുടെ ചെയ്യാം. അതുപോലെ എൻ്റെ സാരീസിൻ്റെ കളക്ഷൻ എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കും. അതിനൊക്കെ എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ ബൈ, ടാറ്റ. ഇത് ശരിക്കും എന്നോട് ചോദിച്ച ആ വ്യക്തിക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. വരും പുള്ളിക്കാരിയോ എന്നോട് കുറേ പ്രാവശ്യം ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചിയുടെ ആ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിച്ചു. ചേച്ചി അതൊരു പൗഡറോ ഒന്നും യൂസ് ചെയ്യാറില്ല, എവിടെ പോയാലും ഇങ്ങനെ തന്നെയാണ് പോകുന്നതും വരുന്നതും എല്ലാം. പിന്നെ ഒരുങ്ങുന്ന എനിക്ക് ഇഷ്ടമാണ്, ഒരുങ്ങുന്ന ആൾക്കാരെ കാണുന്നതും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇത്രയും ലിമിറ്റഡ് ആയിട്ട് ഇത്ര കാര്യങ്ങൾ, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും, അല്ലാതെ ഫൗണ്ടേഷനോ അങ്ങനെയുള്ള ഒന്നും ചേച്ചിയുടെ സ്കിന്നിന് സൂട്ടാവുകയില്ല, യൂസ് ചെയ്യാറുമില്ല. ഒന്നാമത്തെ കാര്യം, എനിക്കത് യൂസ് ചെയ്യാൻ അറിയില്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊരു ബ്യൂട്ടി അഡ്വൈസറായിട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു ചെറിയ പ്രായത്തിൽ. പക്ഷേ ആ ഒരു പ്രായത്തിലാണെങ്കിൽ അന്ന് മുതലാണ് ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഞാൻ പോൺസിൻ്റെ ബ്യൂട്ടി അഡ്വൈസറായിട്ട് ഫസ്റ്റ് കേരളത്തിൽ തുടങ്ങിയ സമയത്ത് ഞാൻ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അതായത് ആ സമയത്ത് നമ്മളിങ്ങനെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമായിരുന്നു, അത് കമ്പനിയുടെ റൂളായിരുന്നു. ആ സമയത്ത് ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനും സൗമ്യയെല്ലാം ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. അന്നാണ് ഈ ഏജ് മിറാക്കിൾ എന്ന് പറഞ്ഞൊരു ക്രീം ഇറങ്ങുന്നതൊക്കെ ഞങ്ങളുടെ കൗണ്ടറിലാണ് ഫസ്റ്റ് ഇറങ്ങുന്നത്. ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതാണ് ഈ ലിപ്സ്റ്റിക് എന്നൊരു പറയുന്ന കാര്യം. പിന്നെ അത് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിലൊരു കാരണമായിപ്പോയി. അതുകൊണ്ട് ലിപ്സ്റ്റിക്ക് ഞാൻ മേടിക്കുകയും ചെയ്യും, യൂസ് ചെയ്യുകയും ചെയ്യും. അതിന് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇത്രയൊക്കെ ഉള്ളു ചേച്ചിയുടെ ഒരുക്കം. ഇനി മുടി ഒന്ന് ഉണക്കണം, അത്രയൊക്കെ ഉള്ളു. പിന്നെ മുടി ശരിക്കും ചേച്ചിയുടെ കൊട്ടിപ്പോയിട്ടുണ്ട്. കാരണം അത് പോകാൻ കാരണം ചേച്ചി കുറേ ആൻറ്റിബയോട്ടിക് മെഡിസിൻ ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് കഴിച്ചിരുന്നു. അന്നേരം അതിൻ്റെ സൈഡ് എഫക്റ്റാണ് ചേച്ചിയുടെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ സൈഡ് എഫക്റ്റാണ് മുടി കൊട്ടിക്കൊണ്ടിരുന്നത്. അന്നേരം ഇത്രയാണ് ചേച്ചിയുടെ മേക്കപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അടുത്ത് കാണാം. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്, എല്ലാവരും മേടിച്ച് യൂസ് ചെയ്ത് നോക്കി. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അങ്ങനെയൊന്നും അല്ല. എൻ്റെ അടുത്ത് നമ്മുടെ യൂട്യൂബ് ഫാമിലി ഒരു കുട്ടി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്, വേറെ ഒന്നും വിചാരിക്കരുത്. അതൊരു മൂക്കൂത്തിയുടെയും എൻ്റെ ഡ്രസ്സിൻ്റെയും വീഡിയോ ഒക്കെ ഉടനെ, ഡ്രസ്സ് എന്ന് വെച്ചാൽ സാരീസ് കളക്ഷൻ, അതെല്ലാം ഞാൻ ഉടനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും സന്തോഷ സമാധാനത്തോടെ ഇരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.